VM ബിനുവിനെതിരെ ഹൈക്കോടതി സെലിബ്രിറ്റിക്ക് പ്രത്യേക പരിഗണനയില്ല എന്ന ഹൈക്കോടതി. അതായത് VM ബിനുവിന് തിരിച്ചടി ഹൈക്കോടതിയിൽ നിന്നുള്ള ഏറ്റവും നിർണായകമായ വാർത്തയാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. സെലിബ്രിറ്റി ആയതുകൊണ്ട് മാത്രം അനുകൂല ഉത്തരവ് നൽകാനാവില്ല. സെലിബ്രിറ്റികൾക്കും സാധാരണ പൗരന്മാർക്കും ഒരേ നിയമം ബാധകമാണ് എന്ന് ഹൈക്കോടതി പറയുന്നു. താങ്കൾ ഈ രാജ്യത്തെ പൗരനല്ലേ എന്നാണ് ഹൈക്കോടതി VM ബിനുവിനോട് ചോദിക്കുന്നത്. VM ബിനു മാധ്യമങ്ങളിലൂടെ വിവരങ്ങളൊന്നും അറിയാറില്ലേ എന്നും ചോദിക്കുന്നു. വോട്ടർ പട്ടികയിൽ പേരുൾപ്പെടുത്താൻ സമയമുണ്ടായിരുന്നു, പത്രങ്ങളിൽ ഇത് സംബന്ധിച്ച് വിവരങ്ങൾ ഉണ്ടായിരുന്നു എന്നും കോടതി പരാമർശിക്കുന്നു. ഗുരുതരമായ പരാമർശങ്ങളാണ് VM ബിനുവിനെതിരെ ഹൈക്കോടതി നടത്തിയിരിക്കുന്നത്. പ്രത്യേക പരിഗണനയില്ല, സെലിബ്രിറ്റികൾക്ക് പ്രത്യേക പരിഗണനയില്ല എന്നാണ് കോടതിയുടെ പരാമർശം. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ അഹമ്മദ് മുജ്തബ നൽകും. വലിയ തിരിച്ചടി കോടതിയിൽ നിന്നും VM ബിനുവിന് ലഭിച്ചിരിക്കുന്നു. താങ്കൾ ഈ രാജ്യത്തെ പൗരനല്ലേ എന്നാണ് ഈ കോടതിയിൽ VM ബിനുവിന്റെ ഹർജി സമർപ്പിച്ച വേളയിൽ കോടതി ചോദിച്ചിരിക്കുന്നത്. മാധ്യമങ്ങളിലൂടെ ഒന്നും അറിയാറില്ലേ എന്ന് കോടതി ചോദിക്കുന്നു. അവിടെ പ്രധാനമായും എടുത്തു പറയേണ്ടത് വോട്ടർ പട്ടികയിൽ പേരുൾപ്പെടുത്താൻ സമയമുണ്ടായിരുന്നു, പത്രങ്ങളിൽ ഇത് സംബന്ധിച്ച് വിവരങ്ങൾ ഉണ്ടായിരുന്നു, സെലിബ്രിറ്റികൾ പത്രം വായിക്കാറില്ലേ എന്ന് കോടതി ചോദിച്ചിരിക്കുകയാണ്. ഗുരുതരമായ പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നു. വലിയ തിരിച്ചടി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ച് കോൺഗ്രസ് ഒരു സെലിബ്രിറ്റിയെ കൊണ്ടുവരും, അത് സർപ്രൈസ് ആണ്. മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഒരു സർപ്രൈസായി VM ബിനുവിന്റെ എൻട്രിയെ കോൺഗ്രസ് പറയുകയും ചെയ്തു. അതായത് ഒരു സർപ്രൈസ് എൻട്രിയാണ്, ഒരു സെലിബ്രിറ്റിയാണ് ഞങ്ങളുടെ ഇവിടെ വരുന്നത്, മത്സരിക്കുന്നത് എന്ന തരത്തിൽ വലിയ താരപ്രചാരകരെയൊക്കെ കൊണ്ടുവന്ന് വലിയ തരത്തിൽ പ്രചാരണങ്ങളൊക്കെ നടത്തിയ കോൺഗ്രസിന് തിരിച്ചടിയാണ് ഇപ്പോൾ കോടതിയിൽ നിന്നും കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. സെലിബ്രിറ്റികൾക്കും സാധാരണ പൗരന്മാർക്കും ഒരേ നിയമമാണ്, അത് ബാധകമാണ് എന്നും കോടതി പറയുന്നു. താങ്കൾ ഈ രാജ്യത്തെ പൗരനല്ലേ എന്നാണ് കോടതിയുടെ ചോദ്യം. പ്രധാനമായും എടുത്തു പറയേണ്ടത് കോടതി ഈ ഹർജി സമർപ്പിച്ചപ്പോൾ ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അതായത് സെലിബ്രിറ്റികൾ പത്രം വായിക്കാറില്ലേ എന്നാണ് കോടതിയുടെ ചോദ്യം. ഏതായാലും കോടതിയിലൂടെ തനിക്ക് നീതി കിട്ടുമെന്ന ഇന്നലെ മാധ്യമങ്ങളോടൊക്കെ തന്നെയും VM ബിനു പറഞ്ഞു. ആ VM ബിനുവിന് ഇപ്പോൾ കനത്ത തിരിച്ചടി കോടതിയിൽ നിന്നും തന്നെ ലഭിച്ചിരിക്കുകയാണ്. കോഴിക്കോട് കോർപ്പറേഷനിൽ കോൺഗ്രസിന്റെ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയായിരുന്നു VM ബിനു. ആ VM ബിനുവിന് വോട്ടർ പട്ടികയിൽ വോട്ടില്ല എന്ന് കണ്ടെത്തിയിരുന്നു. യെസ്, അസ്ലം ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. അസ്ലം, ഹൈക്കോടതിയിൽ കനത്ത തിരിച്ചടി VM ബിനുവിന് കിട്ടിയിരിക്കുകയാണ്. കോടതി VM ബിനുവിനോട് ചോദിക്കുന്നുണ്ട്, താങ്കൾ ഈ രാജ്യത്തെ പൗരനല്ലേ എന്നാണ് കോടതി ചോദിക്കുന്നത്. വോട്ടർ പട്ടികയിൽ പേരുൾപ്പെടുത്താൻ സമയമുണ്ടായിരുന്നു, എന്നിട്ടും ഉൾപ്പെടുത്തിയില്ല എന്നാണ് കോടതിയുടെ ചോദ്യം. VM ബിനുവിന്റെ വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടാത്ത വിഷയത്തിൽ ഹൈക്കോടതിയിൽ പോയ കോൺഗ്രസിന്റെ നടപടിക്ക് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയിൽ പോലും ഇല്ലാത്ത ഒരാള് എങ്ങനെയാണ് ഇയാളെ നീക്കം ചെയ്തത് വാദത്തിന്റെ. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുന്നില്ല, അത് ഉന്നയിക്കുന്നില്ല. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ പുതിയ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുകയും 2 തവണ പേര് ഉൾപ്പെടുത്താനും നീക്കം ചെയ്യാൻ ഉൾപ്പെട്ട സമയം നൽകിയിട്ട് ചെയ്തതാണ്. അത്തരം നടപടികളിലൊന്നും കടന്നു പോകാതെ വോട്ടില്ലെന്ന വാദവുമായി ഹൈക്കോടതി പോയതിനാണ് ഹൈക്കോടതി അതിരൂക്ഷമായ രീതിയിൽ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. സെലിബ്രിറ്റികൾക്ക് വേണ്ടി മാത്രം പ്രത്യേക പരിഗണന നൽകാൻ കഴിയില്ല, വാർത്തകളൊന്നും അറിയാറില്ലേ, പേര് ചേർക്കാനുള്ള വിവരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വന്നൊന്നും അറിഞ്ഞില്ല എന്ന് ചോദിച്ചുകൊണ്ട് പക്ഷേ ഹൈക്കോടതിയിൽ പോയ നടപടി തികച്ചും തെറ്റായിരുന്നു, അല്ലെങ്കിൽ മണ്ടത്തരമായിരുന്നു എന്ന് തോന്നിക്കുന്ന രീതിയിൽ തന്നെയാണ് തീർച്ചയായും വന്ന. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. കാരണം ERO പരിശോധിക്കുമ്പോൾ കൃത്യമായി തന്നെ ഈ വോട്ടർ ലിസ്റ്റിൽ കരടിൽ വന്നിട്ടില്ല, 2020 വോട്ടർ പട്ടികയിലുമില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും അദ്ദേഹം വോട്ട് ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയും കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. ഹർജി തള്ളിയിരിക്കുകയാണ് ഹൈക്കോടതി. VM ബിനുവിന്റെ ഹർജി തള്ളി എന്നാണ് ഈ ഏറ്റവും പുതിയതായി മുജ്തബ അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ആ തീരുമാനം തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഹൈക്കോടതി. DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ പ്രവീൺ കുമാർ, VM ബിനുവിന്റെ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. മാധ്യമങ്ങളിലൂടെ വിവരമൊന്നും അറിയാറില്ലേ എന്നാണ് ഹൈക്കോടതി ചോദിച്ചത്. സെലിബ്രിറ്റികൾക്ക് പ്രത്യേക നിയമമില്ലെന്നും കോടതി പറയുന്നുണ്ട്. കോൺഗ്രസിന്റെ വേർഷൻ എന്താണ്? അല്ല, ഞാനത് എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. ഏതായാലും ഹൈക്കോടതി വിധിയല്ലേ, അത് ചോദ്യം ചെയ്യാൻ നിവൃത്തിയില്ലല്ലോ. നിയമപരമായി ചോദ്യം ചെയ്യാൻ പറ്റുമോ എന്ന് ഞങ്ങൾ നോക്കും, ഇല്ലെങ്കിൽ അടുത്ത നടപടിയെ കുറിച്ച് ആലോചിക്കും. അല്ല, ഈ ഹർജി തള്ളിയിരിക്കുകയാണ്. ഹൈക്കോടതി ഹർജി തള്ളി. ഹൈക്കോടതി ഹർജി തള്ളിയതിനെ കുറിച്ച് എതിർത്ത് പറഞ്ഞ അഭിഭാഷകൻ എനിക്ക് പറ്റില്ലല്ലോ, സാധിക്കില്ലല്ലോ, ഒരിക്കലും സാധിക്കില്ല. എന്താണ്, ഞങ്ങളൊന്ന് ആ വിധി ഒന്ന് സൂക്ഷ്മമായി പഠിച്ചോട്ടെ, ഉത്തരവ് വിട്ട് പ്രതികരിക്കാം.
യെസ്, ഓക്കെ. ഉത്തരം കിട്ടി. വിധി പഠിച്ചതിന് ശേഷം പ്രതികരിക്കാമെന്നുള്ള ഒരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. വീണ്ടും അസ്ലമിലേക്ക് പോവുകയാണ്. അസ്ലം, DCC പ്രസിഡന്റിന്റെ പ്രതികരണവും അസ്ലം കേട്ടുകഴിഞ്ഞു. വിധി പൂർണ്ണമായി പഠിച്ചതിന് ശേഷം പ്രതികരിക്കാമെന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. അസ്ലമിന് തുടരാം. അജി, ഇത് കൃത്യമായി തന്നെ ഇന്നലെ വോട്ടില്ല എന്ന വിവരം പുറത്തു വന്ന മുതൽ തന്നെ വരുന്ന വിവരങ്ങൾ, അതായത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചപ്പോൾ തന്നെ 2020 വോട്ടില്ല, ഈ തവണത്തെ കറന്റ് ലിസ്റ്റിൽ വന്നിട്ടില്ല. 2 തവണ പുതുക്കൽ നടപടികളിലേക്ക് പോയപ്പോഴത്തും തന്നെ ഏതെങ്കിലും തരം അപേക്ഷകൾ വന്നിട്ടില്ല. നമ്മൾ തിരുവനന്തപുരത്തെ വൈസ്രായുടെ സംഭവം വെച്ചാൽ കറന്റ് ലിസ്റ്റ് ഉണ്ടാവുകയും പിന്നീട് ഒരു CPM പ്രവർത്തകൻ പരാതി നൽകി അല്ലെങ്കിൽ അപ്പീൽ നൽകി അതിനെ തള്ളുകയും ചെയ്തതിനെ തുടർന്നാണ് നിയമപരമായ ഒരു പോരാട്ടത്തിന് അവർക്ക് ബേസ് ഉണ്ടായിരുന്നത്. ഇത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാതിരുന്ന അല്ലെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് പിന്നീട് ചേർക്കുകയോ ഒന്നും ചെയ്യാതിരുന്ന ഒരാൾ ഇത് ഹൈക്കോടതിയിൽ താൻ പിന്നെ പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ പിന്നെ സാമൂഹിക പ്രവർത്തകനാണെന്ന രീതിയിൽ പോയതിനെ ഹൈക്കോടതി ശരിക്കും പിന്നെ ശാസിച്ചിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം